തീർച്ചയായിട്ടും നഷ്ടമുണ്ടാകും. പക്ഷെ അതിലും വലിയ നേട്ടമാണ് ഇവിടെ. മാറണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാർട്ടിനെ മൊത്തത്തിലല്ലേ ബേസ് ചെയ്യാം. പാർട്ടി മോശമാണെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മത്സരം കടക്കുമല്ലേ? ഓ കട്ടക്ക് കൈക്ക് എന്ത് പറ്റി? കൈക്ക് ചെറിയൊരു സ്ഥാനാർത്ഥിന്റെ പോസ്റ്ററായിട്ട് ഷാഫി പറമ്പില്ല. ഷാഫി പറഞ്ഞു. എന്നിട്ട് അവരെല്ലാം അറിഞ്ഞായിരുന്നു. ഓ എല്ലാം എന്ന് പറഞ്ഞു. ഒന്നുമില്ല, അത് സന്തോഷം നമുക്ക്. കാരണം ഒരു കോൺഗ്രസിന്റെ അനുയായിയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങൾ പോലും അതിനേക്കാൾ പ്രാധാന്യമാണ് ഈ രാജ്യത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നാലും നമ്മുടെ ഏറ്റവും വിലപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ്. ഇനി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടോ എന്ന് കൂടെ തീരുമാനിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത്. പാലക്കാട് അപ്പോൾ ബൈ ഇലക്ഷൻ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ എങ്ങനെയാണ്? അവിടെ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോൾ പാലക്കാടുകാർക്ക് ഒരു നഷ്ടമല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും നഷ്ടമുണ്ടാകും. പക്ഷെ അതിലും വലിയ നേട്ടമാണ് ഇവിടെ. ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു അംഗത്തിനെ അയക്കുന്നതാണല്ലോ ഏറ്റവും വലുത്. അതാണ് ഏറ്റവും വലുത്. തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല. എങ്ങനെയാ, ടീച്ചർ ജയിക്കുന്നതാണോ ഷാഫി പറമ്പിൽ ജയിക്കുന്നതാണോ എങ്ങനെയാണ്? എന്റെ ഒരു യുവത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കാനാണ് ചാൻസ്. ശൈല ടീച്ചറെ മറികടക്കും. ഭൂരിപക്ഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വടകരയ്ക്കകത്ത് വരുന്ന തലശ്ശേരി ഒക്കെ ഇടതുപക്ഷ, പേരാമ്പ്രയൊക്കെ ഇടതുപക്ഷ സ്വാധീനമുള്ള വലിയ മണ്ഡലമാണ്. പക്ഷെ അതിനെയൊക്കെ മറികടക്കുമെന്നാണ് പറയുന്നത്. എല്ലാ തവണ ഒരുപോലെ ശരിയാവില്ലല്ലോ. ഇത്തവണ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? കഴിഞ്ഞ തവണ UDF ആണല്ലോ ജയിച്ചത്. അതന്നെ. കഴിഞ്ഞ തവണ കെ മുരളീധരൻ 84,000 വോട്ടുകൾക്കാണ് പി ജയരാജനെ പരാജയപ്പെടുത്തിയത്. അവിടെ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞല്ലോ. പിന്നെ അതിനു മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സതീദേവിയെ തോപ്പിച്ചു അല്ലേ? ഷംസീറിനെ തോപ്പിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. മാറണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഭരണം. അതെ അതെ. അപ്പൊ ആ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും അല്ലേ? കേരളത്തിലെ ഭരണത്തിന്റെ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് ആസ് എ വോട്ടർ? പറയുകയാണെങ്കിൽ വളരെ മോശമായ ഭരണമാണ്. കേരളത്തിനോട് എപ്പോഴും അനീതിയാണല്ലോ കാണിക്കുന്നത്. അത് ചോദിക്കാൻ LDF സർക്കാർ തയ്യാറല്ലാത്തൊരു പോലാണല്ലോ കാണുന്നത്. ഒരു കണക്കിന് കോൺഗ്രസിന്റെ ആരോപണം എന്ന് പറയുന്നത് ഈ LDFും BJPയും കൂടെ ഒത്തുകളിക്കുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അങ്ങനെ അതിലെന്തെങ്കിലും കിടപ്പുണ്ടോ? അത് നമുക്കറിയില്ല. ഇവിടെ കേന്ദ്രത്തിന്റെ പദ്ധതികളൊന്നും കേരളത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നില്ലെന്നാണോ നിങ്ങളുടെ വാദം? അതെ. അപ്പൊ അതിന് മാറ്റം വരണമെങ്കിൽ വരാനുണ്ടല്ലോ. കേന്ദ്രത്തില് എന്തൊക്കെ മന്ത്രിയൊക്കെ പറഞ്ഞില്ലേ, ധനകാര്യമന്ത്രി ഒക്കെ അന്വേഷിച്ചറിയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജയിക്കുന്നവര് ജയിക്കട്ടെ. എന്ത് ചെയ്താലും ഞാൻ ഇവിടെ വരുന്ന വഴിക്ക് ഒരു ഓട്ടറെ കണ്ടു. പുള്ളി വാഹന വ്യൂഹത്തിന്റെ ഇടയിൽ പെട്ട് കൈക്ക് പരിക്കേറ്റ ഒരു വ്യക്തിയാണ്. അത്രമേൽ ആവേശമാണ് പലർക്കും. ഇവിടെ ഷാഫി പറമ്പിൽ കടന്നു പോയപ്പോൾ ഒരു ആവേശമാണ്. പാലക്കാട് നിന്ന് അദ്ദേഹം വിട്ടുപോയപ്പോ പലരും കരയുന്ന ഒരു സീൻ കണ്ടു. അതൊന്നും ടീച്ചർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യവും UDFന്റെ പോസിറ്റീവായി പറയാനുണ്ട് അല്ലേ? അതെ, അത് കേരളത്തിലെ ഭരണം കൊണ്ട് കിട്ടുന്നതാണ് അതൊക്കെ. അല്ലാണ്ട് പക്ഷെ ടീച്ചർ ഒരു നല്ല മന്ത്രിയായിരുന്നല്ലോ. നമ്മുടെ പാർട്ടിനെ മൊത്തത്തിലല്ലേ ബേസ് ചെയ്യാം. പാർട്ടി മോശമാണെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വരും രാഷ്ട്രീയം അടുത്ത വർഷത്തിന് എന്തെങ്കിലും മേൽക്കോയ്മ ഉണ്ടോ? അതോ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് പ്രബൽ കൃഷ്ണ ജയിക്കും. കൃഷ്ണ മത്സരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ ജയിക്കാൻ മാത്രമുള്ള വോട്ടില്ലല്ലോ. കഴിഞ്ഞ തവണ BJPക്ക് ഒരു 80,000. മോഡിയുടെ ഗ്യാരണ്ടി ഉണ്ടല്ലോ, ജയിക്കുന്നു. ഞങ്ങൾ ചെയ്യുമായിരിക്കാം. ഇവിടെ എങ്ങനെയാണ്? ഷാഫി പറമ്പിലാണോ മേൽക്കൈ അതോ ശൈല ടീച്ചർക്ക് തന്നെയാണോ? പറയാൻ പറ്റില്ല. മത്സരം ഘടിപ്പിച്ചാന്ന് അതിന്റെ കൂടെ പ്രബൽ കൃഷ്ണയുണ്ട്. എങ്ങനെയാണ്? എങ്ങനെയായിരിക്കും മൊത്തത്തിൽ? ഇനിയും 2 ആഴ്ച കൂടെ ഉണ്ടല്ലേ കലാശക്കൊട്ടിന്. അപ്പം ഈ ചൂട് പിടിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. രാഷ്ട്രീയം ചൂട് പിടിച്ച് തുടങ്ങിയിട്ട് ഇനി പറയാൻ പോന്നേ ഉള്ളൂ അങ്ങോട്ടേ എങ്ങനെയാണ്. ഷാഫിക്ക് മേൽക്കൈ ഉണ്ടോ? അതൊന്നും നമുക്ക് അറിയാൻ പറ്റൂലല്ലോ. അതോ ശൈല ടീച്ചർക്കാണോ? അങ്ങനെ രണ്ടാളെ ഒരേപോലെയാണ്. രണ്ടാളും ഒരുപോലെയാണെങ്കിൽ എങ്ങനെ വോട്ട് വീതിച്ചു കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. എന്നാലും മത്സരം കടക്കുമല്ലേ? ഓ കട്ടക്ക്. കേരളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മത്സരമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. രണ്ടുപേരിൽ ഇപ്പൊ ഷാഫി പറമ്പിൽ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് ഒഴിയേണ്ടി വരും. അവിടെ വീണ്ടും അല്ലേ ശൈല ടീച്ചർക്കും നല്ല സപ്പോർട്ട് ഉണ്ട്, ഷാഫിക്കൊക്കെ നല്ല സപ്പോർട്ട്. അപ്പൊ നമുക്ക് ഒരാളിപ്പം പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. അതെ, രണ്ടുപേരും കട്ടക്ക്. ഓ കട്ടക്ക് തീർച്ചയായും.